ഹായ് ഫ്രണ്ട്സ്. ഓക്കെ, ദോശ ഇഡലിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇവിടെ പറയുന്നത്. വളരെ ഹെൽത്തിയാണ്, ഈസി കുക്കാണ്. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് മഷ്റൂം, പനീർ, ചോപ്ഡ് ഓണിയൻ, കുറച്ച് റസ്ക് പൊടിച്ചത്, കാഷ്യൂ നട്ട്, സ്വീറ്റ് കോൺ ആൻഡ് കുക്ക് ചെയ്യാനായിട്ട് അമുൽ ബട്ടർ. നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നില്ല ത്രൂ ഔട്ട് ദ കുക്കിംഗ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നോൺ സ്റ്റിക്ക് പാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. മഷ്റൂം ഞാൻ കുറച്ച് ഹോട്ട് വാട്ടറിലാണ് വാഷ് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വീറ്റ് കോൺ ഇത് ഒന്ന് ഹോട്ട് വാട്ടറിൽ ബോയിൽ ചെയ്ത് ഹാഫ് കുക്ക്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാൻ നല്ല ചൂടായി ചെറിയ പുകയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ഫസ്റ്റ്ലി ബട്ടർ ഇടാം. ചൂടായ പാനിലേക്ക് നമ്മൾ ബട്ടർ ഇട്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പനീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കലറി ഉള്ള ഒരു ഫുഡാണ്. സെയിം ടൈം നമ്മുടെ ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടന്റാണ് പനീറിലുള്ളത്. സോ ഓൾമോസ്റ്റ് ഒരു ബ്രൗണി ഷെയ്ഡ് വന്നിട്ടുണ്ട് പനീറിന്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കി വന്ന ബട്ടറിൽ തന്നെ നട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഗ്യാസിന്റെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാഷ്യൂ ഒന്ന് ചെറിയ രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഇത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു ബട്ടറും കൂടി മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ചോപ്ഡ് ആയിട്ടുള്ള ഓണിയൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വാടാൻ വേണ്ടി ഒരു ഈസി ട്രിക്ക് ഉണ്ട്. കുറച്ച് ഉപ്പ് മീതി ഇട്ട് കൊടുത്താൽ മതി. ഒരു സ്വല്പം ഉപ്പ് എടുക്കുന്നുണ്ട്. അത് ഈ ചോപ്ഡ് ഓണിയൻ്റെ മീതെ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് ഏകദേശം മാറി വരുന്നുണ്ട്. ഈ മഷ്റൂം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല. സോ ഞാനൊന്ന് സ്ക്യൂസ് ചെയ്ത് ഇതിലെ വെള്ളം മുഴുവനായിട്ട് കളഞ്ഞിട്ടാണ് മഷ്റൂം അതിലേക്ക് ആഡ് ചെയ്യുന്നത്. വാട്ടർ കണ്ടന്റ് മുഴുവനായിട്ട് മഷ്റൂം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ സ്വീറ്റ് കോൺ ആഡ് ചെയ്യാൻ പോവാണ്. ബാക്കി സ്വീറ്റ് കോണും ബട്ടറിൽ തന്നെയാണ് നമ്മൾ ത്രൂ ഔട്ട് കുക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടാനുസരിച്ച് കൂടുതൽ ബട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫുഡിലേക്ക്. ഒരു 2 മിനിറ്റ്സ് നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് വെക്കാം. നമുക്ക് തുറന്നു നോക്കാം. അത്യാവശ്യം ഒന്ന് സോർട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറേ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇത് കുക്ക്ഡ് ആണ്. ഇനി മാറ്റി വെച്ചിട്ടുള്ള റസ്ക് നമുക്ക് ആഡ് ചെയ്യാം. ഒരു സ്വീറ്റ് ഫ്ലേവർ വരാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത്. പിന്നെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്പി ഫീലും കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സ്പൈസസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇതിലാകെ ആഡ് ചെയ്യുന്നൊരു സ്പൈസ് പെപ്പറാണ്, കുരുമുളക്. ചെറിയൊരു എരിവിന് വേണ്ടി ഞാൻ കുറച്ച് പെപ്പർ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ഫൈനലായിട്ട് നമ്മുടെ ടേസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കാഷ്യൂ
വറുത്ത് മാറ്റി വെച്ച കാഷ്യൂ മീതെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ എല്ലാവരും ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണേ.